ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാത്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ കുറച്ച് വീഡിയോസേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. കുറച്ചല്ല, വീഡിയോസേ അപ്ലോഡ് ചെയ്യുന്നില്ല. അതിന് റീസൺ എന്ന് പറയുന്നത് കുറച്ച് റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാരണം ടൈമാണ്, എനിക്ക് സമയം കിട്ടുന്നില്ല. രണ്ടാമത്തെ കാരണം എൻ്റെ മടിയാണ്. പിന്നെ മൂന്നാമത്തെ കാരണം ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് എൻഗേജ് ആയായിരുന്നു. അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എന്നിട്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങളും എടുത്തു. കാരണം ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തേക്കാളും റീച്ച് കുറവായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തീരുമാനങ്ങളും കൂടെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ വരാൻ ലേറ്റ് ആയത്. ഇന്നലെ എടുക്കാമെന്നാണ് വിചാരിച്ചത് ഈ വീഡിയോ. ഇന്നലെ എടുക്കാനും എനിക്ക് ചെറിയൊരു മടിയായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെയും എടുക്കാത്തത്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ പല്ലും തേച്ച് ഐലൈനർ ലിപ്സ്റ്റിക്ക് ഇട്ട് മുഖമൊക്കെ കഴുകി ഒന്ന് വന്നിരുന്നതാണ്. ചെറിയൊരു ഉറക്കത്തിൻ്റെ ചെറിയൊരു ഇത് കാണും ഫേസിൽ, നിങ്ങൾ അതൊന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എനിക്ക് സമയമില്ലായിരുന്നു. എന്തൊക്കെ കൊണ്ടാണ് ഞാൻ എൻഗേജ് ആയെന്ന് ചോദിച്ചാൽ 2-3 ഹോസ്പിറ്റൽ കേസ് അടുത്ത് വന്നു. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലും പോകണം, പിന്നെ വീട്ടിലെ കാര്യം നോക്കണം. അങ്ങനെയൊക്കെ ആയപ്പോൾ സമയം തീരെ ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ചെയ്യാമെന്ന്. നാളെ ആയി ഇങ്ങനെ നീണ്ടു പോയി. അതാണ് എൻ്റെ മടിയെന്ന് ഞാൻ രണ്ടാമത് പറഞ്ഞത്. മടിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ടൈം കിട്ടുമായിരുന്നു. വേണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പുറത്ത് മഴ പെയ്തു, അപ്പോൾ എനിക്ക് തുണി പറക്കാൻ ഇടാറുണ്ടായിരുന്നു, അങ്ങനെ പോയതാണേ. അപ്പോൾ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ചെറിയ സമയത്തിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ വീഡിയോ ഇടായിരുന്നു. പക്ഷെ ഞാൻ അതിനെ മടി പിടിച്ചിരുന്നു. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ ഞാൻ പിന്നെ അങ്ങ് കയറി കിടന്ന് ക്ഷീണിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടേ ഒരു ദിവസം ഉറങ്ങാതിരുന്നു. അങ്ങനെ ഉറങ്ങാതിരുന്നിട്ട് പിറ്റേന്ന് 2 ദിവസം കൊണ്ടാണ് ഞാൻ ഉറങ്ങി തീർത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സമയവും കിട്ടിയില്ല, അതുപോലെ തന്നെ മടിയുമായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ആയപ്പോൾ എനിക്ക് വയ്യാണ്ടായി. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് അതില്ലായിരുന്നു, പിന്നെയും എങ്ങനെയോ വന്നു. ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ എന്നാലും കുടിക്കും. എങ്ങനെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഹോസ്പിറ്റലിലായിരുന്നല്ലോ കുറച്ച് ദിവസം. അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കും. അപ്പോൾ എനിക്കും വയ്യാതായി. അങ്ങനെ ഞാനാണെങ്കിൽ അന്നും 2 ദിവസം ഉറങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ റെസ്റ്റ് എടുത്തു. അങ്ങനെ റെസ്റ്റ് എടുത്ത് കുറച്ച് ദിവസം ഇങ്ങനെ നീണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഈ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടുന്ന ഡ്രസ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അത് കുന്നുപോലെയായി. പിന്നെ കുറച്ച് ദിവസം ഡ്രസ്സ് അലക്കണതിൻ്റെ പിറകിൽ അങ്ങനെ നടന്നു. അങ്ങനെയൊക്കെ ആയാണ് എനിക്ക് സമയവും കിട്ടിയില്ല, അതുപോലെ തന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. എൻ്റെ റൊട്ടീൻ തന്നെ മാറിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ ഒരു 10 മണിക്ക് എണീക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു കുറച്ച് ദിവസം. അടുത്ത തിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ടന്റ് ക്ഷാമം തന്നെയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ എങ്ങനെ വീഡിയോ ഇടണം, എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം. സാരി ഡ്രാപ്പിംഗ് ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്നും ഇങ്ങനെ സാരി ഡ്രാപ്പ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. എനിക്കൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആവണമെന്നായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ, നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, അതുപോലെ തന്നെ ട്രാവല്, അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ഫസ്റ്റ് ഒരു സാരിയുടെ എനിക്ക് എന്ത് വീഡിയോ ഇടണം എന്നറിഞ്ഞുകൂടാതെ ഞാൻ ആദ്യം സാരിയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ക്ലിക്കായി. ഒരു 35K അടുപ്പിച്ച് കണ്ടു ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടാമെന്ന്. ആ സാരി ഡ്രാപ്പിങ്ങിൻ്റെ വീഡിയോ മാത്രം എനിക്ക് കയറുന്നു, ബാക്കിയുള്ള വീഡിയോസൊന്നും വലിയ റീച്ചൊന്നുമില്ല. പക്ഷേ എത്രയെന്ന് പറഞ്ഞു ഞാൻ സാരി ഡ്രാപ്പിംഗ് വീഡിയോ ഇടും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒരേ മോഡലിൽ തന്നെ എനിക്ക് ഒരു മോഡലിലെ സാരി ഉടുക്കാൻ അറിയാവൂ. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെ ഞാൻ പല സാരി ഇങ്ങനെ മാറ്റി പല തംബ്നെയിലിട്ട് വെറുതെ എന്തിനാന്ന് വിചാരിച്ചു. ഇനി ഞാൻ സാരി ഡ്രാപ്പിംഗ് വീഡിയോ ഇടുന്നില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ കണ്ടന്റ് ക്ഷാമമാണ് അടുത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെയൊക്കെ പോണതാണ് ഇഷ്ടം, എൻ്റെ ലൈഫ് സ്റ്റൈല്. അതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും പോണത്, അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആയപ്പോൾ എനിക്ക് കണ്ടന്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇടാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള തിങ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഒരു ജോബ് കിട്ടി. ജോബ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ജോബല്ല. എനിക്ക് ചിലപ്പം ഒരു 2-3 മാസമേ കാണൂ, ചിലപ്പോൾ 4 മാസം കാണും. അങ്ങനത്തെ ഒരു ജോലിയാണ്. ഒരു IT കമ്പനിയിൽ ഒരാൾ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആള് സംഘടിപ്പിച്ചെന്ന ഒരു ജോലിയാണ്. അത് കുറച്ച് നമുക്ക് വെറുതെ ഇരിക്കുന്നതിനേക്കാളും എന്തെങ്കിലും ചെറിയ ഏണിങ്സ് ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ജോലി എടുത്തത്. അപ്പോൾ അതിന് രാവുന്നില്ല പകലുന്നില്ല, വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ രാവുന്നില്ല പകലെന്നില്ലാതെ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടും കൂടെയാണ് എനിക്ക് വീഡിയോസ് ഇടാനും കൂടെ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. ഒന്നാമത്തത് സമയം, രണ്ടാമത്തത് മടി, പിന്നെ കണ്ടന്റ്, പിന്നെ ജോബ്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. ഇനി ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ആ തീരുമാനങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ചവറ് പോലെ വീഡിയോസ് എടുത്തിട്ടുന്നില്ലേ, അതൊന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പോകുന്നു. ഞാനാണെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കി, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ അത് മേക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഓരോ ദിവസം ഓരോ കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ തലേ ദിവസം കിടക്കുമ്പോഴേ ആലോചിക്കും നാളെ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ചാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ അതിന് പകരം എനിക്ക് കിട്ടുന്ന കണ്ടന്റ്, ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുന്നത്, ട്രാവൽ ചെയ്യുന്നത്, അതൊക്കെ ഞാൻ എടുത്ത് കണ്ടന്റ് ആക്കി ഇടാന്ന് വിചാരിച്ചു. എനിക്ക് കിട്ടുന്നത്, അല്ലാതെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, എനിക്ക് കിട്ടുന്ന കണ്ടന്റ് എടുത്ത് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പം ആഴ്ചയിൽ 2 വീഡിയോസ് ആയിരിക്കും വരുന്നത്, ചിലപ്പം 1 വീഡിയോസ് ആയിരിക്കും വരുന്നത്. വാട്ടെവർ, എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ജോലിയും കൂടെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സമയത്തിൻ്റെ പരിധി കൊണ്ടും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ 1 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും 30 സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും അതിൻ്റെ പിറകിൽ ഒരുപാട് സ്ട്രഗിളുണ്ട്. അത് എത്ര കൊള്ളൂല എന്ന് പറഞ്ഞ വീഡിയോ ആണെങ്കിലും അതിൻ്റെ പിറകിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം സമയം എടുക്കണം. ചിലപ്പോൾ 30 സെക്കൻഡിനാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യണവർക്ക് അറിയായിരിക്കും. ചിലവർ വിചാരിക്കും ഇതിൽ എന്തോ ഇരിക്കണേന്നൊക്കെ വിചാരിക്കും ഈ വീഡിയോയിൽ. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിളുണ്ട്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന ടൈം, അത് കൊള്ളൂല്ലെങ്കിൽ വേറെ ഷൂട്ട് ചെയ്യും, ഡ്രസ്സ്, മേക്കപ്പ്, അങ്ങനെ ഒരുപാട് സ്ട്രഗിളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചവറ് പോലെ ഇടുന്നത് നിർത്തിയിട്ട് ആവശ്യമുള്ള കണ്ടന്റ് നമുക്ക് എന്തോ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാട്ടാണെങ്കിൽ ആ പാട്ടിൽ മാത്രം ഒരു റീൽ എടുത്തിടുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വ്ളോഗാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ജോലിയും കൂടെ ചെയ്യണതിന് കൊണ്ടാണ്. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ തീരുമാനം മാറും, ഞാൻ ഡെയിലി വീഡിയോസ് ഇടും. ഇപ്പോഴത്തെ തീരുമാനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. സെക്കൻഡ് തീരുമാനം എന്ന് പറഞ്ഞാൽ, ഞാൻ സാരി ഡ്രാപ്പിംഗ് വീഡിയോ നിർത്താൻ വേണ്ടി പോവാണ്. കാരണം എനിക്ക് എന്നെ മടുത്തു തുടങ്ങി. ഞാൻ എന്നും സാരി എടുത്ത് ആ സാരി ഡ്രാപ്പിംഗ് വീഡിയോ 6 മിനിറ്റ് ആണെങ്കിലും ഞാൻ അരമണിക്കൂർ ഇതിൻ്റെ പുറകിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എഡിറ്റിങ്, വോയിസ് ഓവർ എല്ലാം കൂടെ കുറച്ച് പണിയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം കുറച്ച് സാരി ഡ്രാപ്പിംഗ് വീഡിയോസ് ഉണ്ടല്ലോ, അത് മതി എന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ വാച്ച് അവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാരി ഡ്രാപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ടത്. സാരി ഡ്രാപ്പിങ്ങിൻ്റെ വീഡിയോ ഇട്ട 1K എങ്കിലും അടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മോണിറ്റൈസ് ആവാൻ വേണ്ടി ചെയ്യാമെന്ന്. പക്ഷേ വേണ്ട, ഇനി എന്തായിരുന്നാലും സാരി ഡ്രാപ്പിംഗ് വീഡിയോ ഇടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തതെന്നും, അതുപോലെ തന്നെ ഇനി എങ്ങനെ വീഡിയോസ് വരും എന്നും നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. ഇനി എങ്ങനെ വീഡിയോസ് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ചിലപ്പോൾ ആഴ്ചയിൽ 1 വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ 2 വീഡിയോ ആയിരിക്കും. പറ്റുന്നത് പോലെ ഞാൻ ചെയ്യാം. എനിക്ക് എൻ്റെ പാഷനായിട്ട് യൂട്യൂബ് കൊണ്ടുപോകണം എന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചവറ് പോലെ വീഡിയോസ് ഇടാതെ നല്ല കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് വന്ന സബ്സ്ക്രൈബ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ പഴയ വീഡിയോസും കൂടെ എടുത്ത് നോക്കിയ ശേഷം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.